നമസ്തേ. ഭഗവത്ഗീത പഠിപ്പിക്കുന്ന 5 വയസ്സുള്ള ബ്രഹ്മചാരി. ഇന്ത്യ മുഴുവൻ ഓടി നടന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഭഗവത്ഗീത പഠിപ്പിക്കുകയാണ് ഈ 5 വയസ്സുള്ള കുഞ്ഞു ബ്രഹ്മചാരി. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രചാരകൻ. ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആളുകളെ എണ്ണാൻ പറ്റാത്ത അത്രയും വേദികളിലായി ഭഗവത്ഗീത പഠിപ്പിച്ചു കഴിഞ്ഞു ഈ അത്ഭുത ബാലൻ. ടെഡക്സ് എന്ന അതിപ്രശസ്തമായ വേദിയിലെ ഒരുപക്ഷെ ലോകത്തേക്കും വെച്ച് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ക്യാബിനറ്റ് മന്ത്രിയായ അനുരാഗ് ഠാക്കൂറുമായി വരെ കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹവുമായി രാമായണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അദ്ദേഹത്തെ കൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുകയും ചെയ്തു ഈ കുഞ്ഞുമിടുക്കൻ. ആള് ഒരു വലിയ ആചാര്യനാണ്. പ്രായം കൊണ്ട് ചെറുതാണ് എങ്കിലും വലിയ വലിയ രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും വളരെ ഉയർന്ന പദവിയിലിരിക്കുന്ന പോലീസുകാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും വളരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായും വലിയ വലിയ കോളേജുകളിലെയും യൂണിവേഴ്സിറ്റികളിലെയും ഒക്കെയുള്ള പ്രൊഫസർമാരുമായും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുന്തിയ കോഴ്സുകൾ പഠിക്കുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, ഇങ്ങനെ വളരെ ഉയർന്ന നിലയിലുള്ളവരാണ് ഈ കുഞ്ഞ് ബ്രഹ്മചാരിയുടെ ആരാധക വൃന്ദം. ഈ കുഞ്ഞിൻ്റെ പേരാണ് ഭഗവത് ദാസ് ബ്രഹ്മചാരി. ഈ കുഞ്ഞിനെ കുറിച്ച് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഞെട്ടിപ്പോകും. കാരണം 50 മില്യൺ വരെ ഓരോ വീഡിയോകൾക്കും വ്യൂസ് കിട്ടുന്ന ഒരു അതിഭയങ്കര സെലിബ്രിറ്റി തന്നെയാണ് ഈ കൊച്ചുമിടുക്കൻ. ഒരു വലിയ സോഷ്യൽ മീഡിയ സ്റ്റാറാണ് ഈ കുഞ്ഞ് ബ്രഹ്മചാരി. റിപ്പബ്ലിക് TV, NDTV എന്ന് പറയേണ്ട ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട ചാനലിൽ എല്ലാം തന്നെ സ്ഥിരമായി അഭിമുഖങ്ങൾ കൊടുക്കുന്നു. ഒട്ടനവധി യൂട്യൂബ് ചാനലുകാരും ബ്ലോഗർമാരും ഒക്കെ സ്ഥിരമായി ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വലിയ താരമാണ് ഈ കുഞ്ഞു ബ്രഹ്മചാരി. ഭഗവത്ഗീത സംസ്കൃതത്തിൽ നല്ല സ്ഫുടമായി പറഞ്ഞ് അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനങ്ങളും എല്ലാം നല്ല ഭംഗിയായി വളരെ ലളിതമായ ഭാഷയിൽ തന്നെ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. സംശയങ്ങൾക്കെല്ലാം തന്നെ ഉത്തരങ്ങൾ കൊടുത്ത് അവരെ ഹരിനാമം ജപിപ്പിക്കാൻ പഠിച്ച, ജീവിതം മുഴുവൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമപ്രചാരണത്തിനായി ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ് ഈ കുഞ്ഞാചാര്യൻ, തികഞ്ഞ ബ്രഹ്മചാരി. ഭഗവാൻ ശ്രീകൃഷ്ണനും ശ്രീരാമനും തൻ്റെ ഗുരുകുലത്തിൽ ഗുരുക്കന്മാരെ സേവിച്ച് കഴിഞ്ഞിരുന്നത് പോലെ നോർത്ത് ഇന്ത്യയിൽ ഒരു ഗുരുകുലത്തിലാണ് ഈ കുഞ്ഞ് ബ്രഹ്മചാരി പഠിക്കുന്നതും. അതിനടുത്താണ് ഈ കുഞ്ഞ് താമസിക്കുന്നതും. രാവിലെ തന്നെ 4 മണിക്ക് എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി പൂജകളിലും ഹരിനാമ ജപത്തിലും എല്ലാം പങ്കെടുത്ത് പകൽ ഗുരുകുലത്തിലെ നിരവധി സേവകളൊക്കെ ചെയ്താണ് ഈ കുഞ്ഞു ബാലൻ അവിടെ കഴിയുന്നത്. ഗോശാലയിൽ ജോലി, അവിടെ നിലം തുടയ്ക്കണം, മറ്റുള്ളവർക്ക് ഭക്ഷണം വിതരണം ചെയ്യണം, അങ്ങനെ ഗുരു പറയുന്ന എല്ലാ സേവകളും ചെയ്താണ് ഈ കുട്ടി അവിടെ കഴിയുന്നത്. എല്ലാവരെയും ഭഗവത്ഗീത പഠിപ്പിച്ചു കിട്ടുന്ന ദക്ഷിണ മുഴുവൻ ഗുരുവിന് ഈ ബാലൻ നൽകും. ജീവിതത്തിൽ വളരെ ലളിതമായി ജീവിക്കുന്ന യഥാർത്ഥ തികഞ്ഞ ആർഷഭാരത ബ്രഹ്മചാരി. ഈ കുഞ്ഞിന് കിട്ടുന്ന ദക്ഷിണ മുഴുവൻ ഉപയോഗിക്കുന്നത് അവരുടെ ആശ്രമത്തിലെ പല കാര്യങ്ങൾ നടത്തുവാനും അവിടെ 10,000 വരുന്ന ആളുകൾക്ക് സൗജന്യമായി അന്നദാനം കൊടുക്കാനും അതുപോലെ തന്നെ ഗോശാലയിലെ പശുക്കളെ സംരക്ഷിക്കാനും അങ്ങനെ അവിടുത്തെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കുഞ്ഞ് ആളുകൾക്ക് ഭഗവത്ഗീത വിതരണം ചെയ്യുകയും അതിൻ്റെ അർത്ഥങ്ങൾ വഴിനീളെ നടന്ന് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഈ കുഞ്ഞിന് ഒന്നിനും സമയമില്ല. കാരണം ദിവസേന എന്നോണം പല പല ചാനലുകളിൽ ഇൻ്റർവ്യൂകൾ, ചർച്ചകൾ, പല പല സ്ഥലങ്ങളിൽ ചെന്ന് ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. അതിനൊപ്പം ഗുരുകുലത്തിൽ സേവ ചെയ്യണം. ബാക്കി കിട്ടുന്ന സമയം മുഴുവൻ കുഞ്ഞ് ബ്രഹ്മചാരി ഭഗവത്ഗീതയിലെ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കാതെ ഈ കുഞ്ഞ് നടത്തുന്ന അന്നദാനത്തിൽ പങ്കുചേരാനും അവർക്കൊക്കെ സന്തോഷത്തോടു കൂടി ഭഗവത്ഗീത പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന ദക്ഷിണ കൊണ്ടാണ് ഇവിടെ അന്നദാനം നടത്തുന്നത്. ഈ കുഞ്ഞിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആദിയുടെയും സമാധാനത്തിൻ്റെയും മറക്കാനും പൊറുക്കാനുമുള്ള സന്ദേശം എല്ലാവരെയും പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ മുസ്ലിങ്ങൾ വരെ ഈ കുഞ്ഞിന് ആരാധകരായിട്ടുണ്ട് എന്നതാണ്.
ഈ കുഞ്ഞിൻ്റെ വേഷം കണ്ടാൽ നമുക്കറിയാം. തലയൊക്കെ മുഴുവൻ ഇങ്ങനെ മുണ്ടനം ചെയ്ത് ഒരു കുഞ്ഞു കുടുമയൊക്കെ വച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ധോത്തിയെടുത്ത് കുർത്തയൊക്കെ ധരിച്ച വളരെ സുന്ദരനായ ഒരു കുഞ്ഞു ബ്രഹ്മചാരി. കണ്ടാൽ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഒക്കെ ഈ ഗുരുകുലങ്ങളിലുള്ള അവതാരമാണ് എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള ഒരു കുഞ്ഞു ബാലൻ. ബ്രഹ്മചാരി ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളെയും ഈ കുഞ്ഞ് അമ്മ എന്നാണ് വിളിക്കുന്നത്. ഒരു വലിയ ആചാര്യനാണെങ്കിലും കുട്ടിക്കളി തീരെ മാറിയിട്ടില്ലാത്ത വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബാലനാണ്. കാരണം ആ ബാലൻ്റെ വയസ്സ് വെറും 5 നിങ്ങൾ ഓർക്കണം. ആ ഒരു വയസ്സിനിടെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ജേർണലിസ്റ്റ് ഇൻ്റർവ്യൂവിൽ തമാശയായി ആ കുട്ടിയോട് ചോദിച്ചു, അമ്മയാണോ അച്ഛനെയാണോ ഇഷ്ടമെന്ന്. അപ്പോൾ പറഞ്ഞു, എനിക്കിഷ്ടം അച്ഛനെയാണ്, അമ്മ ചീത്തയാണെന്ന്. പക്ഷെ അത് പറയുമ്പോൾ ആ കുഞ്ഞു ബ്രഹ്മചാരിക്ക് കഷ്ടിച്ച് 3 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നുള്ളൂ. ചില ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പോൾ പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ കുഞ്ഞു ഭാഗവത് ഇങ്ങനെ പറയും, മതി, ഇൻ്റർവ്യൂ ഒക്കെ മതി, ഇനി എനിക്ക് കളിക്കണമെന്ന് പറഞ്ഞ് അതിങ്ങനെ സ്റ്റുഡിയോയിൽ കൂടെ കളിച്ചിങ്ങനെ ഓടിയൊക്കെ നടക്കും. വലിയ വലിയ കോളേജുകളിലും ഇവൻറ്റുകളിലുമൊക്കെ പോയാൽ ആയിരക്കണക്കിന് ആളുകളെ ഭഗവത്ഗീതയൊക്കെ പഠിപ്പിക്കുന്നതിന് മുൻപും അത് കഴിഞ്ഞിട്ടുമൊക്കെയായി അവിടെ മുഴുവൻ ഇങ്ങനെ ഓടി നടക്കുകയാണ് ഈ കുഞ്ഞു ബാലൻ. അങ്ങനെ കുഞ്ഞു ഭഗവത് ഓടി നടക്കുന്നതിനിടയിൽ ഓരോരുത്തരായി വന്ന് ആ കുഞ്ഞിനെ എടുക്കണം, കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കണം. ഇത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. കുഞ്ഞു ഭാഗവത് ഇപ്പോൾ തിരക്കിലാണ്. തിരക്കിൽ നിന്ന് തിരക്കിലേക്കുള്ള ആ ഓട്ടമാണ് ആ ബാലൻ്റെ ഓരോ ദിനവും.